ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സംടൈംസ് സിമ്പിൾ ആക്ഷൻസ് ഹാവ് എ ഗ്രേറ്റർ ആൻഡ് മോർ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ദാൻ ഗ്രാൻഡിയോസ് ജസ്റ്റേഴ്സ്. ചില സമയത്ത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കായിരിക്കും വലിയ വലിയ കാര്യങ്ങളേക്കാൾ കൂടുതൽ റിസൾട്ട് ഉണ്ടാവുന്നത്. ഗ്രാൻഡിയോസ് ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബിഗ് ആക്ഷൻസ് എന്നുള്ള മീനിങ് ആണ്. ഡു യു എഗ്രി? ഇതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? കെൻ യു റീകോൾ ആൻ ഇൻസിഡൻറ്റ്? നിങ്ങൾക്ക് ഒരു സംഭവം ഓർത്തെടുക്കാൻ പറ്റുമോ? വെയർ എ സിമ്പിൾ ആക്ട് മെയ്ഡ് എ മീനിങ് ഡിഫറൻസ്. അതായത് ഒരു ചെറിയ കാര്യമായിരിക്കാം പക്ഷെ വലിയൊരു മാറ്റം ഉണ്ടായതായിരിക്കാം. ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ക്ലാസ്സിൽ ആ എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഷം മാറ്റുക, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു റിയൽ ആ ഒരു ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഡിസ്ഗൈസ് എന്ന് പറയാം. ഓക്കെ, T.S. ആഴ്തർ എഴുതിയൊരു വർക്കാണ്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. Idleness, vice and intemperance had done their miserable work, and the dead mother lay cold and still amid her wretched children. ഐഡിൽനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടി അല്ലെങ്കിൽ അലസത, ഒന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ലാണ്ട് മടി പിടിച്ചിരിക്കുന്നത്. വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുശീലം എന്നാണ് അർത്ഥം. ആൻഡ് ഇൻടെമ്പറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് ബന്ധിപ്പിക്കുന്നത്, അങ്ങനത്തെ ശീലങ്ങൾ. ഹാഡ് ഡൺ ദെയർ മിസറബിൾ വർക്ക്. ഈ 3 ശീലങ്ങളും അതിൻ്റെ മിസറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ 3 കാരണങ്ങൾ കൊണ്ട് ഒരു ഫാമിലി നശിച്ചു കഴിഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ഡെഡ് മദർ ലേ കോൾഡ്. അമ്മ മരിച്ചു, തണുത്ത് കിടക്കുകയാണ്. ആൻഡ് സ്റ്റിൽ എമിഡ് ഹെർ റെച്ചഡ് ചിൽഡ്രൻ. എപ്പോഴും എവിടെയാണ്? അവരുടെ റെച്ചഡ് എന്ന് പറഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളുടെ ഇടയ്ക്ക്. എമിഡ് എന്ന് പറഞ്ഞാൽ ഇടയിലാണ് ഈ അമ്മ മരിച്ചു കിടക്കുന്നത്. ഷീ ഹാഡ് ഫോളൻ അപ്പോൺ ദ ത്രഷോൾഡ്. ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ വാതിൽപ്പടി. വാതിൽപ്പടിയുടെ അവിടേക്ക് അമ്മ വീണു. ഓഫ് ഹെർ ഓൺ ഡോർ ഇൻ എ ഡ്രങ്കൻ ഫിറ്റ്. കുടിച്ച് ഫിറ്റായിട്ട് അമ്മ മരിച്ചു വീഴാണ്. ആൻഡ് ഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹെർ ഫ്രൈറ്റൻഡ് ലിറ്റിൽ വൺസ്. പേടിച്ചിരിക്കുന്ന, ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ പേടിച്ചിരിക്കുന്ന കുട്ടികളുടെ ആ ഒരു മുന്നിൽ വെച്ച് തന്നെയാണ് ഈ അമ്മ മരിച്ച് വീണത്. ഡെത്ത് ടച്ചസ് ദ സ്പ്രിങ് ഓഫ് അവർ കോമൺ ഹ്യൂമാനിറ്റി. മരണം മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യത്വത്തിൻ്റെ ആ ഒരു ഉറവിടം അല്ലേ, ഉറവേനെയാണ് സ്പ്രിങ് എന്ന് പറയുന്നത്. മനുഷ്യത്വത്തിനെ ശരിക്കും ടച്ച് ചെയ്യുന്നൊരു സംഭവമാണ് മരണം എന്നുള്ളത് അല്ലേ. ദിസ് വുമൻ ഹാഡ് ബീൻ ഡിസ്പൈസ്ഡ്, സ്കോഫ്ഡ് അറ്റ് ആൻഡ് ആംഗ്രിലി ഡിനൗൺസ്ഡ് ബൈ നിയർലി എവറി മാൻ, വുമൻ ആൻഡ് ചൈൽഡ് ഇൻ ദ വില്ലേജ്. ഈ ഒരു അമ്മയെ എല്ലാവർക്കും എന്താ പറയുക, ദേഷ്യമാണ്. ഡിസ്പൈസ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുത്തു. സ്കോഫ്ഡ് അറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കും. ഡെനൗൺസ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പരസ്യമായിട്ട് കുറ്റപ്പെടുത്തി. അങ്ങനത്തെ ഒരു അമ്മയാണ് ഇത്. അതായത് അവിടെയുള്ള എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും അതേപോലെ തന്നെ കുട്ടികൾ പോലും ഇവരെ കുറ്റപ്പെടുത്തും, കളിയാക്കും ഒക്കെ ചെയ്യുമായിരുന്നു. ബട്ട് നൗ പിറ്റി ടുക്ക് ദ പ്ലേസ് ഓഫ് ആങ്കർ ആൻഡ് സോറോ ഓഫ് ഡിനൗൺസിയേഷൻ. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും അവരോടൊരു പിറ്റി, ദയയാണ്. ആ ഒരു എന്താ പറയുക, ദേഷ്യം, അതേപോലെ തന്നെ ഡെനൗൺസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തൽ, ഇതിൻ്റെയൊക്കെ പകരം ഇപ്പോൾ എല്ലാവർക്കും എന്താണുള്ളത്? ഒരു ദയയാണ് ഇവരോട് തോന്നുന്നത്. നെയ്ബേഴ്സ് വെൻറ്റ് ഹാസ്റ്റലി ടു ദ ഓൾഡ് ടംബിൾ ഡൗൺ ഹട്ട്. മരണം അറിഞ്ഞ് വീടിനടുത്തുള്ളവർ ഹാസ്റ്റലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഓൾഡ് പഴയ ടംബിൾ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, തകർന്ന് വീഴാറായി കിടക്കുന്ന ഈ ഒരു ഹട്ട്, കുടിലിലേക്ക് വരുന്നുണ്ട്. ഇൻ വിച്ച് ഷീ ഹാഡ് സെക്യൂർഡ് ലിറ്റിൽ മോർ ദാൻ എ പ്ലേസ് ഓഫ് ഷെൽട്ടർ ഫ്രം സമ്മർ ഹീറ്റ് ആൻഡ് വിൻ്റർ കോൾഡ്. അപ്പോൾ ആ ഒരു കുടിലിൽ സമ്മറിലുള്ള ചൂടും വിൻ്ററിലുള്ള തണുപ്പും ഏൽക്കാതെ ഒരു അത്യാവശ്യം എന്താ പറയുക പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു വീടാണ്, ഒരു ചെറിയൊരു കുടിലാണിത്, തകർന്ന് വീഴാറായിട്ടുള്ളൊരു കുടിൽ. സം വിത്ത് ഗ്രേവ് ക്ലോത്ത്സ് ഫോർ എ ഡീസൻറ്റ് ഇൻ്റർമെൻറ്റ് ഓഫ് ദ ബോഡി. ചിലവർ വന്നേക്കുന്നത് മരിച്ച ഈ അമ്മയെ എന്താ പറയുക കുഴിച്ചിടുന്നതിന് മുമ്പ് ഒരു ഡ്രസ്സ് ഇടുമല്ലോ, മരിച്ച് ഡെഡ് ബോഡി ഇടുന്ന ഡ്രസ്സ്. അപ്പോൾ അതിൻ്റെ ക്ലോത്ത്, ഗ്രേവ് ക്ലോത്ത് എന്ന് പറയും, കൊടുത്തിട്ടുണ്ട്. ഡീസൻറ്റ്
ഇൻ്റർമെൻറ്റ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിച്ചിടാനായിട്ട്, ബോഡി അടക്കാനായിട്ട്. ആൻഡ് സം വിത്ത് ഫുഡ് ഫോർ ദ ഹാഫ് സ്റ്റാർവിങ് ചിൽഡ്രൻ. ചില ആളുകൾ വന്നേക്കുന്നത് കുട്ടികൾക്ക് ഭക്ഷണമായിട്ടാണ്. 3 in number. ഈ കുട്ടികൾ 3 കുട്ടികളാണുള്ളത്. ഓഫ് ദീസ് അതിൽ ജോൺ ദി ഓൾഡസ്റ്റ്, എ ബോയ് ഓഫ് 12. ജോൺ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടീൻ്റെ ഏറ്റവും മൂത്ത കുട്ടിയാണ്. 12 വയസ്സാണ് കുട്ടിക്കുള്ളത്. എ സ്റ്റൗട്ട് ലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ആരോഗ്യമുള്ളൊരു കുട്ടി. ഏബിൾ ടു ഏൺ ഹിസ് ലിവിങ് വിത്ത് എനി ഫാർമർ. അതായത് ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശുണ്ടാക്കാനായിട്ട് പറ്റും. അത്രയും എന്താ പറയുക, ആരോഗ്യമൊക്കെയുള്ളൊരു കുട്ടിയാണത്. കേറ്റ് ബിറ്റ്വീൻ 10 and 11. അടുത്ത കുട്ടി, രണ്ടാമത്തെ കുട്ടിയാണ് കേറ്റ് എന്നാണ് പേര്. 10-11 വയസ്സുണ്ട്. ബ്രൈറ്റ് ആൻഡ് ആക്റ്റീവ്, നല്ല ബ്രൈറ്റാണ്, നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഉഷാറുള്ള കുട്ടിയാണ്. ഔട്ട് ഓഫ് ഹോം സംതിങ് ക്ലെവർ മൈറ്റ് ബി മെയ്ഡ്. ആ കുട്ടിയെ കൊണ്ടും എന്തെങ്കിലും നല്ലത് ചെയ്യിക്കാൻ പറ്റും. ഇഫ് ഇൻ ഗുഡ് ഹാൻഡ്സ്, നല്ല കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ട് ഒരുപാട് നല്ലത് ചെയ്യിക്കാൻ പറ്റും. ബട്ട് പുവർ ലിറ്റിൽ മാഗി ദ യങ്ങസ്റ്റ് വാസ് ഹോപ്പ്ലെസ്ലി ഡിസീസ്ഡ്. പക്ഷേ ഇളയ കുട്ടി, ഏറ്റവും ഇളയ കുട്ടിയുടെ പേര് മാഗി എന്നാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോപ്പ്ലെസ്ലി ഡിസീസ്ഡ്, അസുഖമുള്ള കുട്ടിയാണ്, പ്രതീക്ഷയൊന്നും ഇല്ല. 2 years ago, a fall from window had injured her spine. അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് ജനലിൽ നിന്ന് വീണ് സ്പൈൻ, നട്ടെല്ലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ആൻഡ് ഷീ ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു ലീവ് ഹെർ ബെഡ് സിൻസ് എക്സെപ്റ്റ് വെൻ ലിഫ്റ്റഡ് ഇൻ ദ ആംസ് ഓഫ് ഹെർ മദർ. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല. അമ്മ കൈകളിലെടുത്ത് പൊക്കിയാൽ മാത്രമാണ് ബെഡിൽ നിന്ന് മാഗിക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റുണ്ടായിരുന്നുള്ളൂ. വാട്ട് ഈസ് ടു ബി ഡൺ വിത്ത് ദ ചിൽഡ്രൻ? ദാറ്റ് വാസ് ദ ചീഫ് ക്വസ്റ്റ്യൻ നൗ. ഈ കുട്ടികളെ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ. That was the chief question now. The dead mother would go underground and be forever beyond all care or concern of the villages. അതായത് ഇപ്പോൾ അമ്മ മരിച്ചു, അമ്മേനെ ഇനി അടക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ആ വില്ലേജിലുള്ള ആളുകൾ മൈൻഡ് പോലും ചെയ്യില്ല. ഓക്കെ, അത് പിന്നെ ആളുകളുടെ മൈൻഡിൽ നിന്ന്, അവരുടെ കെയറിൽ നിന്ന് കംപ്ലീറ്റ്ലി അത് പോവും. പിന്നെ ഈ മരിച്ചു കഴിഞ്ഞ ഫാമിലി അതൊന്നും ആരും മൈൻഡ് ചെയ്യാൻ പോണില്ല. വില്ലേജിലുള്ളവർക്ക് അതൊരു കൺസേണേ അല്ല, ഒരു സംഭവമേ അല്ല പിന്നെ അത്. ബട്ട് ദ ചിൽഡ്രൻ മസ്റ്റ് നോട്ട് ബി ലെഫ്റ്റ് ടു സ്റ്റാർവ്. പക്ഷേ ഈ കുട്ടികളെ ഇങ്ങനെ പട്ടിണിക്കിടാനായിട്ട് പറ്റില്ല. കൺസിഡറിങ് ദ മാറ്റർ ആൻഡ് ടോക്കിംഗ് ഇറ്റ് ഓവർ വിത്ത് ഹിസ് വൈഫ്, ഫാർമർ ജോൺ സെഡ് ദാറ്റ് ഹീ വുഡ് ടേക്ക് ജോൺ. അപ്പോൾ ഈ ഒരു സംഭവം പരിഗണിച്ചുകൊണ്ട് ഭാര്യയോട് സംസാരിച്ചതിന് ശേഷം ഫാർമർ ജോൺസ് തീരുമാനിച്ചു ജോണിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. കാരണം ജോണിന് ഏതെങ്കിലും ഫാമിൽ നിന്ന്, ഫാമറുടെ കൂടെ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ ഫാർമർ ജോണിനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. മിസ്സിസ് എല്ലിസ് ഹു ഹാഡ് ബീൻ ലുക്കിംഗ് ഔട്ട് ഫോർ എ ബൗണ്ട് ഗേൾ. മിസ്സിസ് എല്ലിസ് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നൊരു കുട്ടിയെ നോക്കി നടക്കുകയാണ്. ബൗണ്ട് ഗേൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കുട്ടിയെ നോക്കി നടക്കുകയാണ്. concluded that it would be charitable in her to make choice of Catty. കാറ്റീനെ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കേറ്റിനെ മിസ്സിസ് എല്ലിസ് കൊണ്ടുപോയിക്കോളാം. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു ചാരിറ്റിയാണ്, ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന് പറയാണ്. ഈവൻ ദോ ഷി വാസ് ടു യങ് ടു ബി ഓഫ് മച്ച് യൂസ് ഫോർ സെവറൽ ഇയേഴ്സ്. ചെറിയ കുട്ടിയാണ്, അതായത് 10-11 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ അവൾക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേ നാൾ അവളെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ല. ഐ കുഡ് ഡു മച്ച് ബെറ്റർ. എനിക്ക് കുറച്ചുകൂടെ നല്ലത് ചെയ്യാൻ പറ്റും. ഐ നോ, സെഡ് മിസ്സസ് എൽഡസ്, ബട്ട് ആസ് നോ വൺ സീംസ് ഇൻക്ലൈൻ ടു ടേക്ക് ഹെർ. പക്ഷെ ഇവിടെ ആരും കേറ്റിനെ എടുക്കുന്നില്ല. ഐ മസ്റ്റ് ആക്ട് ഫ്രം എ സെൻസ് ഓഫ് ഡ്യൂട്ടി, എക്സ്പെക്ട് ടു ഹാവ് ട്രബിൾ വിത്ത് ദ ചൈൽഡ്, ഫോർ ഷീ ഈസ് എൻ അൺഡിസിപ്ലിൻ തിങ് യൂസിങ് ടു ഹാവ് ഹെർ ഓൺ വേ. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ ആ കുട്ടിയെ എടുത്തോളാം, ആ കുട്ടീനെ കാര്യങ്ങളൊക്കെ നോക്കി, ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം, കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ആ കുട്ടി ഇത്രയും നാളും ഒരു അൺഡിസിപ്ലിൻഡ് ലൈഫ്, അമ്മയാണെങ്കിൽ കുടിച്ചൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു ഡിസിപ്ലിൻഡ് അല്ലാത്ത ലൈഫായിരുന്നു അമ്മയുടെ. അപ്പോൾ ഈ കുട്ടിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. അങ്ങനെയാണെങ്കിലാണ് ഈ കുട്ടിയെ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും നാൾ അവളുടെ ഇഷ്ടമുള്ള പോലെയാണ് ഈ കുട്ടി ജീവിച്ചതെന്നും പറയുന്നുണ്ട്. ബട്ട് നോ വൺ സെഡ് ഐ വിൽ ടേക്ക് മാഗി. പക്ഷേ ആരും മാഗീനെ എന്താ പറയുക എടുക്കുമെന്ന് പറഞ്ഞില്ല. ആർക്കും മാഗീനെ വേണ്ട. Pitying glances were cast on her wan and wasted form and thoughts were troubled on her account. Pitying glances, ആളുകളൊക്കെ ഇങ്ങനെ ദയോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഗ്ലാൻസസ് മീനിങ് നോക്കുക.
ഓൺ ഹെയർ വാൻ ആൻഡ് വേസ്റ്റഡ് ഫോം. വാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളറിയ, ഓക്കെ. വേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് മെലിഞ്ഞിരിക്കുന്ന ആ ഒരു ഫോം, രൂപം, ആ ഒരു ബോഡി. ആൻഡ് തോട്ട്സ് വെർ ട്രബിൾഡ് ഓൺ ഹെർ അക്കൗണ്ട്. അവളെ പറ്റി ആലോചിച്ച് എല്ലാവരും ഭയങ്കര എന്താ പറയുക, ടെൻഷൻ അടിച്ചു. മദേഴ്സ് ബ്രോട്ട് കാസ്റ്റ് ഓഫ് ഗാർമെൻറ്റ്സ് ആൻഡ് റിമൂവിങ് ഹെർ സോയിൽഡ് ആൻഡ് റാഗ്ഡ് ക്ലോത്ത്സ് ഡ്രസ്ഡ് ഹെയർ ഇൻ ക്ലീൻ അറ്റയർ. അതായത് അമ്മമാർ പഴയ ഡ്രസ്സ്, കാസ്റ്റ് ഓഫ് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പഴയ ഡ്രസ്സ് കൊണ്ടുവന്നു. ആൻഡ് റിമൂവിങ് ഹെർ സോയിൽഡ് ആൻഡ് റാഗ്ഡ് ക്ലോത്ത്സ്, എന്നിട്ട് അവൾ ഇട്ടേക്കുന്ന ഡ്രസ്സ്, മുഷിഞ്ഞ ഡ്രസ്സ് റിമൂവ് ചെയ്തു. ഡ്രസ്ഡ് ഹെയർ ഇൻ ക്ലീൻ അറ്റയർ, എന്നിട്ട് ക്ലീൻ ആയിട്ടുള്ള അറ്റയർ എന്ന് പറഞ്ഞ ഡ്രസ്സ് അവൾക്ക് കൊടുത്തു. ദ സാഡ് ഐസ് ആൻഡ് പേഷ്യൻറ്റ് ഫേസ് ഓഫ് ദ ലിറ്റിൽ വൺ ടച്ച്ഡ് മെനി ഹാർട്ട്സ്. അവളുടെ ആ ഒരു വിഷമം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ, അതേപോലെ ആ ഒരു ക്ഷമയുള്ള ആ ഒരു മുഖം, ഇതെല്ലാ ആളുകളുടെയും ഹാർട്ടിനെ ശരിക്കും ടച്ച് ചെയ്തു. ബട്ട് നൺ വാണ്ടഡ് എ ബെഡ് റിഡൻ ചൈൽഡ്. പക്ഷെ എന്നാൽ ആർക്കും ഇങ്ങനെ എന്താ പറയുക, ബെഡ് റിഡൻ ആയിട്ട് അസുഖമുള്ള കുട്ടിയെ വേണ്ട. ടേക്ക് ഹെർ ടു ദ പുവർ ഹൗസ് സെഡ് എ റഫ് മാൻ. അപ്പോൾ ഒരാൾ പറഞ്ഞു അവളെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോവാം. നോബഡി ഈസ് ഗോയിങ് ടു ബി ബോതേഡ് വിത്ത് ഹെർ. ആരും ഇവളെക്കുറിച്ച് അന്വേഷിച്ച് ബോതേഡ് ആവാൻ പോണില്ല. ദ പുവർ ഹൗസ് ഇസ് എ സാഡ് പ്ലേസ് ഫോർ എ സിക്ക് ആൻഡ് ഹെൽപ്ലെസ് ചൈൽഡ് ആൻസർഡ് വൺ. അപ്പോൾ ഒരാൾ പറഞ്ഞു പുവർ ഹൗസ് എന്ന് പറഞ്ഞാൽ അനാഥാലയം, അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ആളുകളൊക്കെ ജീവിക്കുന്നത്, അവിടെ ഈ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. കാരണം ഇവൾ ഒന്നാമതേ വയ്യാത്ത കുട്ടിയാണ്, ആരും സഹായിക്കാനില്ല. അപ്പോൾ വേറെ ആൾ പറയാണ് ഫോർ യുവർ ചൈൽഡ് ഓർ മൈൻ. നിൻ്റെ കുട്ടിക്കോ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാണെങ്കിൽ സെദ്യാതെ ലൈലി സ്പീക്കിംഗ്, ബട്ട് ഫോർ ദിസ് ബ്രാറ്റ് ഇറ്റ് വിൽ പ്രൂവ് എ ബ്ലെസ്ഡ് ചേഞ്ച്. നിൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ ഇതിന് ആരും നോക്കാനില്ലാത്ത ഈ ഒരു കുട്ടിക്ക് അതൊരു നല്ല ഒരു ബ്ലെസ്ഡ് ചേഞ്ച്, ഒരു അനുഗ്രഹമുള്ള മാറ്റം ആയിരിക്കും. ഷീ വിൽ ബി കെപ്റ്റ് ക്ലീൻ. അവളെ എന്താ പറയുക, ക്ലീൻ ആയിട്ട് തന്നെ അവർ നോക്കിക്കോളും. ഹാവ് ഹെൽത്തി ഫുഡ്, നല്ല ഭക്ഷണം കൊടുത്തോളും. ആൻഡ് ബി ഡോക്ടർഡ്, ട്രീറ്റ്മെൻറ്റ് കൊടുത്തോളും. വിച്ച് ഇസ് മോർ ദാൻ ക്യാൻ ബി സെഡ് ഓഫ് ഹെർ പാസ്റ്റ് കണ്ടീഷൻ. അതായത് അവളുടെ ഈ മുമ്പത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതൊരുപാട് നല്ല കാര്യമാണ് ഈ പറയുന്ന എന്താ പറയുക, പുവർ ഹൗസിൽ, അനാഥാലയത്തിലാക്കുക എന്നുള്ളത്. ദർ വാസ് റീസൺ ഇൻ ദാറ്റ് ബട്ട് സ്റ്റിൽ ഇറ്റ് ഡിഡ്ന്റ് സാറ്റിസ്ഫൈ. അപ്പോൾ ശരിക്കും അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, പക്ഷെ എന്നാലും അവർ ചെയ്തില്ല. ദ ഡേ ഫോളോയിങ് ദ ഡേ ഓഫ് ഡെത്ത് വാസ് മെയ്ഡ് ദ ഡേ ഓഫ് ബറിയൽ. അതായത് ഈ അമ്മ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ബോഡി അടയ്ക്കുക എന്നായിരുന്നു ഫ്യൂണറൽ. എ ഫ്യൂ നെയ്ബേഴ്സ് വെയർ അറ്റ് ദ മിസറബിൾ ഹോവൽ. കുറച്ച് അയൽക്കാർ മാത്രമാണ് ഈ മിസറബിൾ, ഈ ഒരു എന്താ പറയുക, തകർന്ന് വീഴാറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഹോവൽ, കുടിലിൽ ഉള്ളത്. ബട്ട് നൺ ഫോളോഡ് ദ കാർട്ട് ആസ് ഇറ്റ് ബോർ ദ അൺഓണേർഡ് റിമെയിൻസ് ടു ഇറ്റ്സ് പോപ്പർ ഗ്രേവ്. പക്ഷേ ആരും ആ ഒരു കാർട്ട്, ആ ഒരു വണ്ടി ഫോളോ ചെയ്ത് പോയില്ല. അതായത് ബോഡി ഈ ആർക്കും വേണ്ടാത്തവരെ കുഴിച്ചിടുന്നൊരു സ്ഥലമുണ്ട്, പോപ്പർ ഗ്രേവ്. അതായത് ആരും നോക്കാനും ആർക്കും അത് കഴിഞ്ഞിട്ട് അന്വേഷിച്ച് ചെല്ലില്ല അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഈ വണ്ടിയിൽ ഇവരുടെ ബോഡി വെച്ചിട്ട് പോയപ്പോൾ ആരും ഫോളോ ചെയ്തില്ല. ഫാമർ ജോൺസ് ആഫ്റ്റർ ദ കോഫിൻ വാസ് ടേക്കൺ ഔട്ട്, അതായത് മറ്റേ കോഫിൻ എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ഫാമർ ജോൺസ് ആണ് പ്ലേസ്ഡ് ജോൺ ഇൻ ഹിസ് വാഗൺ. ഈ പറയുന്ന വാഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ, ഓക്കെ, അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ വലിച്ചുകൊണ്ട് പോണ വണ്ടിയാവാം, ഈ പറയുന്ന കുതിരവണ്ടി, കാളവണ്ടി, അങ്ങനത്തെ എന്തെങ്കിലും വണ്ടി. ആ വണ്ടിയിൽ അദ്ദേഹം ഈ ബോഡി എടുത്ത് വെച്ചു. ആൻഡ് ഡ്രോ എവേ, അദ്ദേഹമാണ് ഓടിച്ചു പോയത്. സാറ്റിസ്ഫൈഡ് ദാറ്റ് ഹീ ഹാഡ് ഡൺ ഹിസ് പാർട്ട്. അപ്പോൾ ഫാമർ എന്താ പറയുക, ജോൺസാണ് ഈ പറയുന്ന ഒരു നല്ല കാര്യം ചെയ്ത് എന്നുള്ളൊരു സംതൃപ്തിയിൽ അദ്ദേഹം പോയി. മിസ്സിസ് എല്ലിസ് സ്പോക്ക് ടു കേറ്റ് വിത്ത് എ ഹറിഡ് എയർ. മിസ്സിസ് എല്ലിസ് കേറ്റിനെ കൊണ്ടുപോകാനായിട്ട് തിരക്ക് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, കേറ്റിനോട് പറഞ്ഞു ബിഡ് യുവർ സിസ്റ്റർ ഗുഡ് ബൈ, അതായത് സിസ്റ്ററിനോട് ബൈ പറഞ്ഞു. ആൻഡ് ഡ്യൂ ദ ടിയർഫുൾ ചിൽഡ്രൻ അപ്പാർട്ട് ഈവൻ ബിഫോർ ദ ലിപ്സ് ഹാഡ് ടച്ച്ഡ് ഇൻ എ സോബിങ് ഫെയർവെൽ. അത് കഴിഞ്ഞിട്ട് ഡ്യൂ ദ ടിയർഫുൾ ചിൽഡ്രൻ, അതായത് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പിടിച്ച് വലിച്ചു, ഓക്കെ, പിടിച്ച് വലിച്ചെടുത്തു. ഈവൻ ബിഫോർ ദ ലിപ്സ് ഹാഡ് ടച്ച്ഡ് ഇൻ എ സോബിങ് ഫെയർവെൽ. ആ കുട്ടികളൊന്ന് ഹഗ് ചെയ്തൊരു ബൈ പറയുന്നതിനേക്കാളൊക്കെ മുമ്പേ, കരഞ്ഞുകൊണ്ട് ബൈ പറയുന്നതിനേക്കാൾ മുമ്പേ പിടിച്ച് വലിച്ചെടുത്തു. ഹാസ്റ്റിലി അതേഴ്സ് വെൻ്റ് ഔട്ട്. പെട്ടെന്ന് തന്നെ, ഹാസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരെല്ലാവരും പുറത്തേക്ക് പോയി. സം ഗ്ലാൻസിങ് അറ്റ് മാഗി, ചിലർ മാഗിനെ നോക്കുന്നുണ്ട്, ഗ്ലാൻസിങ് മീനിങ് നോക്കുന്നു. അൺടിൽ ഓൾ ഹാഡ് ഗോൺ, അങ്ങനെ എല്ലാവരും പോയി. ചിലർ മാഗിനെ നോക്കുന്നുണ്ട്. ആൻഡ് സം റെസൊല്യൂട്ട്ലി റിഫ്രെയിനിങ് ഫ്രം എ ലുക്ക്, ചിലർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നോക്കാണ്ടിരിക്കുന്നുണ്ട്. അൺടിൽ ഓൾ ഹാഡ് ഗോൺ, അതായത് ചിലവർ നോക്കും, ചിലവർ നോക്കാതിരിക്കും. ഷീ വാസ് എലോൺ, അങ്ങനെ ആളുകൾ പോയി, പിന്നെ ഇവൾ മാത്രം, മാഗി മാത്രം ആയി മാറി. ഓക്കെ, യെസ്.
അപ്പോൾ ഇവിടെ എന്താ പറയുക, റെസല്യൂട്ട്ലി റിഫ്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട്, റിഫ്രെയിനിങ് ഫ്രം എ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. നോക്കാതിരിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കറിയാം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ പറയുന്ന കുട്ടീൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആളുകൾ നോക്കാണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ just beyond the threshold, just beyond the threshold, Joe Thompson, the wheelwright, paused and said to blacksmith's wife, who was hastening off with the rest, "It's a cruel thing to leave her so." അപ്പോൾ ത്രെഷോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാതിൽപ്പടിയുടെ അടുത്ത് നിന്നുകൊണ്ട് ജോ തോംസൺ പറഞ്ഞു, ദ വീൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീൽസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരോടാ പറഞ്ഞത്? ബ്ലാക്ക് സ്മിത്തിൻ്റെ വൈഫിനോട് പറഞ്ഞു. ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്നത് കൊല്ലനാണ് കേട്ടോ. കൊല്ലന്മാരെയാണ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുക. കൊല്ലൻ എന്ന് പറഞ്ഞാൽ ഈ കത്തിക്കൊക്കെ മുറിച്ച് കൂട്ടുക, കത്തിയുടെയൊക്കെ അങ്ങനെ പണി ചെയ്യുന്നവർ. അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വൈഫിനോടാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? ബ്ലാക്ക് സ്മിത്തിൻ്റെ വൈഫ് വാസ് ഹാസ്റ്റണിങ് ഓഫ് വിത്ത് ദ റെസ്റ്റ്. മറ്റുള്ളവരെ പോലെ ഓടിപ്പോകാനായിട്ട് നിൽക്കുക. ഹാസ്റ്റണിങ് ഓഫ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകാൻ നിൽക്കുകയാണ്. ഇറ്റ്സ് എ ക്രൂവൽ തിങ് ടു ലീവ് ഹെർ സോ. ഈ മാഗിനെ ഇവിടെ ഇങ്ങനെ വിടുന്നത് ഒരു ക്രൂരതയാണ്. ദെൻ ടേക്ക് ഹെർ ടു ദ പുവർ ഹൗസ്. അപ്പോൾ ബ്ലാക്ക് സ്മിത്തിൻ്റെ വൈഫ് പറഞ്ഞു, എന്നാൽ അവളെ അനാഥാലയത്തിലേക്ക് എടുത്തുകൊണ്ട് പോക്കോ. ഷി വിൽ ഹാവ് ടു ഗോ ദെയർ. അവൾ അവിടെ പോകണം. ആൻസർ ദ ബ്ലാക്ക് സ്മിത്ത്സ് വൈഫ്, സ്പ്രിങ്ങിങ് എവേ ആൻഡ് ലിവിങ് ജോ ബിഹൈൻഡ്. അങ്ങനെ പറഞ്ഞിട്ട് അവർ തിരക്ക് പിടിച്ചിട്ട് വേഗം പോയി. അപ്പോൾ ജോ മാത്രമാണ് ഇവിടെ ഉള്ളൂ. ഫോർ എ ലിറ്റിൽ വൈൽ ദ മാൻ സ്റ്റുഡ് വിത്ത് എ പസിൽഡ് എയർ. കുറച്ച് സമയത്തേക്ക് ഈ ആൾ പസിൽഡ് എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്നറിയാണ്ട് നിൽക്കുന്നതിനെയാണ്. കുറച്ച് നേരം അങ്ങനെ നിന്നു. ദെൻ ഹി ടേൺഡ് ബാക്ക്. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു ആൻഡ് വെൻറ്റ് ഇൻ ടു ഹോവൽ അഗൈൻ. എന്നിട്ട് കുടിലേക്ക് പിന്നെയും ചെന്നു. മാഗി വിത്ത് പെയിൻഫുൾ എഫേർട്ട് ഹാഡ് റേസ്ഡ് ഹെർസെൽഫ് ടു ആൻ അപ്രൈറ്റ് പൊസിഷൻ and was sitting on the bed, straining her eyes upon the door out of which all had just departed. മാഗി വിത്ത് പെയിൻഫുൾ എഫേർട്ട്, അതായത് മാഗി ഭയങ്കര പെയിൻഫുള്ളി ശ്രമിച്ചു എന്ത് ചെയ്യാൻ? ഹാഡ് റേസ്ഡ് ഹെർസെൽഫ് ടു ആൻ അപ്രൈറ്റ് പൊസിഷൻ, നേരെ ഒന്ന് ഇരിക്കാനായിട്ട്. ആൻഡ് വാസ് സിറ്റിംഗ് ഓൺ ദ ബെഡ്. എന്നിട്ട് മാഗി നേരെ ഇരുന്നു. സ്ട്രെയിനിങ് ഹെർ ഐസ് അപ്പോൺ ദ ഡോറിൻ്റെ അടുത്തേക്ക്, ആ കുടിലിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഔട്ട് ഓഫ് വിച്ച് ഓൾ ഹാഡ് ജസ്റ്റ് ഡിപ്പാർട്ടഡ്. ആ വാതിലിൽ കൂടെയാണ് എല്ലാവരും ഇപ്പോൾ വേഗത്തിൽ പോയത്. എ വേഗ് ടെറർ ഹാഡ് കം ഇൻ ടു ഹെർ തിൻ വൈറ്റ് ഫേസ്. അവളുടെ മുഖത്തൊരു പേടി കാണാൻ പറ്റുന്നുണ്ട്. അവളുടെ ഒരു വെളുത്ത ഒരു മുഖത്തൊരു ക്ലിയർ അല്ലാത്തൊരു പേടി കാണാം. ഓ മിസ്റ്റർ തോംസൺ, ഷി ക്രൈഡ് ഔട്ട്, ക്യാച്ചിങ് ഹെർ സസ്പെൻഡഡ് ബ്രെത്ത്, ഡോണ്ട് ലീവ് മീ ഹിയർ ഓൾ അലോൺ. മിസ്റ്റർ തോംസണിനോട് പറഞ്ഞു, എന്നെ ഇവിടെ തന്നെ നിർത്തിയിട്ട് നിങ്ങൾ പോവല്ലേ എന്ന് പറയാണ്. Though rough in exterior, Joe Thompson, the wheelwright, had a heart and it was very tender in some places. പുറത്തുനിന്ന് നോക്കുമ്പോൾ ജോ തോംസൺ ഇച്ചിരി റഫായിട്ടുള്ളൊരു മനുഷ്യനാണ്, വീൽ ഉണ്ടാക്കുന്ന ആൾ. പക്ഷേ ഹാഡ് എ ഹാർട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സുണ്ട്, നല്ല മനസ്സുണ്ട്. ഇറ്റ് വാസ് വെരി ടെൻഡർ ഇൻ സം പ്ലേസസ്. ചില സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ടെൻഡർ മീനിങ് സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സാണ്. ഹി ലൈക്ക് ചിൽഡ്രൻ, കുട്ടികളെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ആൻഡ് വാസ് പ്ലീസ്ഡ് ടു ഹാവ് ദം കം ടു ഹിസ് ഷോപ്പ്. കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വെയർ സ്ലെഡ്സ് ആൻഡ് വേഗൻസ് വെയർ മെയ്ഡ് ഓർ മെൻറ്റഡ് ഫോർ ദ വില്ലേജ് ലാഡ്സ് ഫ്രീ ഓഫ് ചാർജ്. അവിടെ സ്ലെഡ്സും വാഗൻസും, അതായത് വണ്ടികളൊക്കെ എന്താ പറയുക ഉണ്ടാക്കി കൊടുക്കും. അതേപോലെ മെൻറ്റിങ് എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്തൊക്കെ കൊടുക്കും. വില്ലേജ് ലാഡ്സ് ഫ്രീ ഓഫ് ചാർജ്, ഫ്രീ ആയിട്ട് വില്ലേജിലെ കുട്ടികൾക്ക് ഈ പറയുന്ന റിപ്പയറിങ്ങും വണ്ടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഫ്രീ ആയിട്ട് അദ്ദേഹം ചെയ്തു കൊടുക്കും. നോട്ട് ഹിയർ, ഹി ആൻസേർഡ് ഇൻ എ കൈൻഡ് വോയിസ്. അപ്പോൾ നല്ലൊരു കൈൻഡ് ആയിട്ടുള്ള ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഗോയിങ് ടു ദ ബെഡ് ആൻഡ് സ്റ്റൂപ്പിംഗ് ഡൗൺ ഓവർ ദ ചൈൽഡ്. എന്നിട്ട് ബെഡിൻ്റെ അടുത്തേക്ക് ചെന്നു, ഈ കുട്ടിയുടെ അടുത്തേക്ക്. സ്റ്റൂപ്പിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ കുനിഞ്ഞു. യു ഷാൻ ബി ലെഫ്റ്റ് ഹിയർ എലോൺ, നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തില്ല. ദെൻ ഹി റാബ്ഡ് ഹെയർ വിത്ത് ദ ജെൻറ്റിൽനെസ് ഓൾമോസ്റ്റ് ഓഫ് എ വുമൺ. എന്നിട്ട് ഒരു സ്ത്രീയുടെ ആ ഒരു സ്ത്രീകൾ കാണിക്കുന്ന ഒരു കരുണ, ആ ഒരു രീതിയിൽ തന്നെ അവളെ കവർ ചെയ്തു. റാപ്പ് എന്ന് പറഞ്ഞാൽ കവർ ചെയ്തു. ഇൻ ദ ക്ലീൻ ബെഡ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡിലിടുന്ന തുണികൾ, അത് വെച്ചിട്ട് ഇവളെ കവർ ചെയ്തു. വിച്ച് സം നെയ്ബർ ഹാഡ് ബ്രോട്ട്, ഏതൊരു നെയ്ബർ കൊണ്ടുവന്ന തുണിയിൽ. ആൻഡ് ലിഫ്റ്റിംഗ് ഹെയർ ഇൻ ഹിസ് സ്ട്രോങ് ആംസ്, എന്നിട്ട് അവളെ ഇദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള കൈകളിൽ എടുത്ത് പൊക്കി. ബോർ ഹെർ ഔട്ട് ഇൻ ടു ദ എയർ ആൻഡ് അക്രോസ് ദ ഫീൽഡ് ദറ്റ് ലേ ബിറ്റ്വീൻ ദ ഹോവൽ ആൻഡ് ഹിസ് ഹോം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും പിന്നെ ഇവരുടെ ചെറിയ കുടിലിൻ്റെ ഇടയ്ക്കൊരു വയലുണ്ട്, അതിലേക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് അദ്ദേഹം പോവാണ്. Now Joe
തോംസൺസ് വൈഫ് ഹു ഹാപ്പൻ ടു ബി ചൈൽഡ്ലെസ്. ഇനി ജോ തോംസൺ വീട്ടിലേക്കാണ് ഈ കുട്ടിയും കൊണ്ട് പോകുന്നത്. വൈഫുണ്ട് വീട്ടിൽ, അവർക്ക് കുട്ടികളില്ല. വാസ് നോട്ട് എ വുമൺ ഓഫ് സെയിൻലി ടെമ്പർ. അത് നല്ല എന്താ പറയുക, വിശുദ്ധമായ മനസ്സുള്ളൊരു സ്ത്രീയൊന്നും ആയിരുന്നില്ല. നോർ മച്ച് ഗിവൺ ടു സെൽഫ് ഡിനയൽ ഫോർ അതേഴ്സ് ഗുഡ്സ്. അതായത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തമായിട്ടൊന്നും ത്യാഗം സഹിക്കുന്ന ഒരു സ്ത്രീയൊന്നുമല്ല. ആൻഡ് ജോ ഹാഡ് വെൽ ഗ്രൗണ്ടഡ് ഡൗട്ട്സ് ടച്ചിങ് ദ മാനർ ഓഫ് ഗ്രീറ്റിംഗ് ഹി ഷുഡ് റിസീവ് ഓൺ ഹിസ് അറൈവൽ. അപ്പോൾ ഈ ജോയ്ക്ക് ഇദ്ദേഹത്തിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഈ കുട്ടിയും കൊണ്ട് ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും വൈഫ് പെരുമാറുക എന്നുള്ളതിനെ പറ്റിയിട്ട് വെൽ ഗ്രൗണ്ടഡ് ന്യായമായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. മിസ്സിസ് തോംസൺ സോ ഹിം അപ്രോച്ചിങ് ഫ്രം ദ വിൻഡോ. അപ്പോൾ വിൻഡോയിൽ നിന്ന് തന്നെ മിസ്സിസ് തോംസൺ ഇദ്ദേഹം വരുന്നത് കണ്ടു. ആൻഡ് മെറ്റ് ഹിം എ ഫ്യൂ പേസസ് ഫ്രം ദ ഡോർ. അപ്പോൾ ഡോറിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടേക്ക് ചെന്ന് ഈ വൈഫ് ആസ് ഹി ഓപ്പൺ ദ ഗാർഡൻ ഗേറ്റ് ആൻഡ് കം ഇൻ. അദ്ദേഹം ഗാർഡൻ്റെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വന്നപ്പോഴേക്കും വൈഫ് ഓടി അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഹി ബോർ എ പ്രീഷ്യസ് ബേർഡൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഭാരം ഉണ്ട്, ഒരു വിലയുള്ള ഭാരം. അതായത് ഈ ഒരു പെൺകുട്ടി വിലയുള്ളൊരു പെൺകുട്ടിയാണുള്ളത്. ആൻഡ് ഹി ഫെൽറ്റ് ഇറ്റ് ടു ബി സോ. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ഭാരമായിട്ട് തോന്നിയുള്ളൂ, ഒരു വിലയുള്ളൊരു ബേർഡൻ. ആസ് ഹിസ് ആംസ് ഹെൽഡ് ദ സിക്ക് ചൈൽഡ് ടു ഹിസ് ബോസം. അദ്ദേഹത്തിൻ്റെ ബോസം എന്ന് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എ സ്പിയർ ഓഫ് ടെൻഡർനെസ് വെൻറ്റ് ഔട്ട് ഫ്രം ഹെർ ആൻഡ് പെനിട്രേറ്റഡ് ഹിസ് ഫീലിങ്സ്. അവൾക്കും ഒരു ഫീലിങ്സ് അദ്ദേഹത്തിനോട് തോന്നി, ഒരു ഇൻറ്റിമസി തോന്നി, ഒരു ഫാദർ എന്നുള്ളൊരു ഇൻറ്റിമസി. തിരിച്ചും ഇദ്ദേഹത്തിനും കുട്ടിയോട് അങ്ങനൊരു ഫീലിങ്സ് തോന്നി. ആ ബോണ്ട് ഹാഡ് ഓൾറെഡി കോട്ടഡ് ഇറ്റ് സെൽഫ് അറൗണ്ട് ദം ബോത്ത്. അവർ തമ്മിലൊരു ബോണ്ട് വന്നു. കാരണം ഒരു അച്ഛനൊരു മകളെ എടുത്തു പോകുന്ന ഫീലാണ് ആ കുട്ടിക്ക് അങ്ങോട്ടും, ആ കുട്ടിയുടെ ഒരു മകളോട് എന്നുള്ള രീതിയിലുള്ള സ്നേഹം അദ്ദേഹത്തിന് ഇങ്ങോട്ടും തോന്നി. ആൻഡ് ലവ് വാസ് സ്പ്രിങ്ങിങ് ഇൻ ടു ലൈഫ്. അപ്പോൾ ലവ്, ശരിക്കും അവർക്ക് തമ്മിലൊരു ലവ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. വാട്ട് ഹാവ് യു ദേർ? ഷാർപ്ലി ക്വസ്റ്റ്യൻ മിസ്സിസ് തോംസൺ. അപ്പോൾ നമ്മുടെ വൈഫ് ഉറപ്പാണല്ലോ ഇവിടെ വന്നു കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വൈഫ് എന്തായിരുന്നു അവിടെ എന്ന് ചോദിക്കുകയാണ്. ജോ ഫെൽറ്റ് ദ ചൈൽഡ് സ്റ്റാർട്ട് ആൻഡ് ഷ്രിങ്ക് അഗെയിൻസ്റ്റ് ഹിം. അപ്പോൾ ഈ കുട്ടിക്ക് പേടിയായി. അപ്പോൾ കുട്ടീനെ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കാണ്. അപ്പോൾ ഒന്നും കൂടി ആ കുട്ടി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അച്ഛൻ്റെ നെഞ്ചിലേക്ക്, അല്ലെങ്കിൽ അച്ഛനല്ല ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർന്നിരുന്നു. He did not reply except by a look that was pleading and cautionary that said. അതായത് വൈഫിനോട് ഒന്നും മറുപടി പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് നോക്കി, എന്നിട്ടൊരു കാര്യം പറഞ്ഞു. വെയിറ്റ് എ മൊമെൻറ്റ് ഫോർ എക്സ്പ്ലനേഷൻസ്. ഒന്ന് വെയിറ്റ് ചെയ്യേ, അപ്പോൾ ഞാൻ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ബി ജെൻറ്റിൽ, ഒന്ന് എന്താ പറയുക, കുറച്ച് കരുണ കാണിക്കുക. ആൻഡ് പാസിങ് ഇൻ ക്യാരിഡ് മാഗി ടു ദ സ്മോൾ ചേംബർ ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് ലെഡ് ഹെഡ് ഓൺ എ ബെഡ്. എന്നിട്ട് അകത്തേക്ക് കയറി ചെന്ന് മാഗീനെ ഒരു ചെറിയ റൂമിലേക്ക്, ചേംബർ എന്ന് പറഞ്ഞ റൂമിലേക്ക് എടുത്തുകൊണ്ട് പോയി, ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ. ആൻഡ് ലെഡ് ഹെർ ഓൺ എ ബെഡ്. എന്നിട്ട് അവളെ ഒരു ബെഡിൽ കിടത്തി. ദെൻ സ്റ്റെപ്പിംഗ് ബാക്ക് ഹീ ഷട്ട് ദ ഡോർ. എന്നിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് വാതിലടച്ചു. ആൻഡ് സ്റ്റുഡ് ഫേസ് ടു ഫേസ് വിത്ത് ഹിസ് വിനെഗർ ടെമ്പേർഡ് വൈഫ്. എന്നിട്ട് വൈഫിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. വിനെഗർ ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന മുഖം, വൈഫിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇൻ ദ പാസേജ് വേ ഔട്ട്സൈഡ്, പുറത്തിങ്ങനെ നിൽക്കുകയാണ്. യു ഹാവൻ ബ്രോട്ട് ഹോം ദാറ്റ് സിക്ക് ബ്രാറ്റ്. നിങ്ങൾ എന്തിനാണ് സിക്ക്, വയസ്സല്ലല്ലോ, ഈ വയ്യാത്ത ഈ കുട്ടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ആങ്കർ ആൻഡ് ആസ്റ്റോണിഷ്മെൻറ്റ് വെയർ ഇൻ ദ ടോൺസ് ഓഫ് മിസ്സസ് ജോ തോംസൺ. ഹെർ ഫേസ് വാസ് ഇൻ എ ഫ്ലെയിം. ശരിക്കും ഭയങ്കര ദേഷ്യത്തിലാണ് ഈ പറയുന്ന നമ്മുടെ വൈഫ്, നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് അല്ല, ജോയിൻ്റെ വൈഫ് ഇങ്ങനെ നോക്കി നിന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടക്കലിപ്പിൽ, ഇവർക്ക് തൊട്ട് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവളുടെ മുഖം, അതായത് ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ മുഖം ഭയങ്കര ഫ്ലെയിം, ഇങ്ങനെ റെഡ് കളർക്കായി വരില്ലേ, തീ പോലെ ചുമന്നവരാണ്. ഐ തിങ്ക് വിമൻസ് ഹാർട്ട്സ് ആർ സംടൈംസ് വെരി ഹാർഡ്, സെഡ് ജോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ചില സമയത്ത് സ്ത്രീകളുടെ ഹൃദയം ഭയങ്കര ഹാർഡാണെന്ന് എനിക്ക് തോന്നണേന്ന്. യൂഷ്വലി ജോ തോംസൺ got out of his wife's way or kept rigidly silent and non-combative when she fired upon any subject. സാധാരണയായിട്ട് ജോ തോംസൺ വൈഫായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വലിയ മൈൻഡ് ചെയ്യാണ്ട് അങ്ങോട്ട് പോകാറ് പതിവ്, ഒന്നും പറയുന്നില്ല, സൈലൻ്റായിട്ട് നിൽക്കുകയുള്ളൂ. ഓക്കെ, എന്ത് സബ്ജക്റ്റിനെ പറ്റി പ്രശ്നം ഉണ്ടാക്കിയാലും. ഇറ്റ് വാസ് വിത്ത് സം സർപ്രൈസ് therefore that she now encountered a firmly set countenance and a resolute pair of eyes. അതായത് ഇപ്പോൾ നമ്മളുടെ
എന്താ പറയുക, നമ്മുടെ വൈഫിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ എന്താ ഇദ്ദേഹത്തിൻ്റെ നല്ല ഒരു കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഇദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു നിപ്പ് കണ്ടപ്പോഴാണ് ഇവൾക്ക് പിന്നെയും ഒരു ദേഷ്യം വന്നത്. മനസ്സിലായോ? സാധാരണ മൈൻഡ് ചെയ്യാറില്ല ഇവളെന്തെങ്കിലും വെച്ചെടുക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നല്ലൊരു പവർ കാണാൻ പറ്റും. ഒരു ഉറച്ച തീരുമാനം എടുത്തേക്കുന്ന പോലെ തോന്നുന്നുണ്ട്. റെസല്യൂട്ട് പെയർ ഓഫ് ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉറച്ച തീരുമാനം എടുത്ത ഒരു ലുക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഉള്ളത്. അതായത് ഇറ്റ് വാസ് വിത്ത് സം സർപ്രൈസ് ദെർഫോർ ദാറ്റ് ഷീ നൗ എൻകൗണ്ടേർഡ് എ ഫേംലി സെറ്റ് കൗണ്ടനൻസ്. അതായത് ഇപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ധൈര്യത്തിൽ നിൽക്കുന്ന ഒരു രൂപം കാണാം, ഒരു ഉറച്ച ഒരു മുഖം കാണാം. ഓക്കെ, ആൻഡ് റെസല്യൂട്ട് പെയർ ഓഫ് ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തൊരു കണ്ണുകളും കാണാൻ പറ്റുന്നുണ്ട്. വിമൻസ് ഹാർട്ട്സ് ആർ നോട്ട് ഹാഫ് സോ ഹാർഡ് ആസ് മെൻസ്. എന്നിട്ട് പറയാണ്, ആണുങ്ങളുടെ അത്രയും ഹാർഡ് അല്ല എന്തായാലും സ്ത്രീകളുടെ ഹൃദയം എന്ന് പറയാണ്. Joe saw by a quick intuition that his resolute bearing had impressed his wife, and he answered quickly and with real imagination, "Be that as it may." Every woman at the funeral turned her eyes steadily from the sick child's face. Okay. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞല്ലോ, സ്ത്രീകളുടെ ഹൃദയം പുരുഷന്മാരുടെ പകുതി പോലും കഠിനമല്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ജോ സോ ബൈ എ ക്വിക്ക് ഇൻറ്റ്യൂഷൻ, അതായത് അദ്ദേഹത്തിന് മനസ്സിലായി വൈഫിനിത് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അതായത് ഇങ്ങനത്തെ ആ ഒരു പെരുമാറ്റം, നമ്മളുടെ ജോ ഇങ്ങനെയൊരു കാര്യം ചെയ്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വൈഫിന് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം റിപ്ലൈ പറയാണ്, ആൻഡ് ഹി ആൻസേർഡ് ക്വിക്ക്ലി വിത്ത് റിയൽ ഇൻഡിഗ്നേഷൻ. ഇൻഡിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം. ഓക്കെ, ദേഷ്യത്തിൽ മറുപടി പറയാണ്, ബി ദാറ്റ് ആസ് ഇറ്റ് മേ, അതെങ്ങനെയാണെങ്കിലും എവറി വുമൻ അറ്റ് ദ ഫ്യൂണറൽ ടേൺഡ് ഹർ ഐസ് സ്റ്റഡിലി ഫ്രം ദ സിക്ക് ചൈൽഡ്സ് ഫേസ്. എല്ലാ സ്ത്രീകളും, അവിടെ വന്ന എല്ലാ സ്ത്രീകളും ഈ കുട്ടിയുടെ മുഖത്ത് നിന്ന് മുഖം തിരിച്ചു. ആൻഡ് വെൻ ദ കാർഡ് വെൻറ്റ് ഓഫ് വിത്ത് ഹെർ ഡെഡ് മദർ, അതായത് അവളുടെ അമ്മയുടെ ബോഡി വെച്ചിട്ടുള്ള ആ ഒരു വണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഹരിഡ് അവേ ആൻഡ് ലെഫ്റ്റ് ഹെർ അലോൺ ഇൻ ദറ്റ് ഓൾഡ് ഹട്ട്. എല്ലാ സ്ത്രീകളും വേഗം പോയി, എന്നിട്ട് ആ കുട്ടീനെ മാത്രം അവിടെ കുടിലിൽ ഒറ്റയ്ക്കാക്കി. വിത്ത് ദ സൺ നോട്ട് ആൻ അവർ ഇൻ ദ സ്കൈ, അതായത് എന്താ പറയുക, രാവിലെ തന്നെയാണ് സമയം, ഒരു രാത്രി പോലും ആയിട്ടില്ല, പകൽ തന്നെ ഈ മാതിരി കാണിച്ചത് എല്ലാവരും കൂടെ. വേർ ജോൺ ആൻഡ് കേറ്റ് ആസ്റ്റ് മിസ്സസ് തോംസൺ. അപ്പോൾ മിസ്സസ് തോംസൺ ചോദിക്കുകയാണ്, ആഹാ എല്ലാവരും പോയെങ്കിൽ ജോണും കേറ്റും, അതായത് ബാക്കി അവളുടെ മാഗിയുടെ ചേച്ചിയും ചേട്ടനും എവിടെയാണ് എന്ന് തോംസനോട് ചോദിച്ചു. ഫാമർ ജോൺസ് ടോസ്റ്റ് ജോൺ ഇൻ ടു ഹിസ് വേഗൻ ആൻഡ് റോ ഓഫ്. എന്നിട്ട് പറഞ്ഞു, ഫാമർ ജോൺസ് നമ്മുടെ ജോണിനെ എടുത്ത് വണ്ടിയിലിരുത്തി എന്നിട്ട് വേഗം വണ്ടി ഓടിച്ചിട്ട് പോയി. ഓക്കെ, ടോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് കൊണ്ടുപോവാണ്. കേറ്റി വെൻ ഹോം വിത്ത് മിസ്സസ് എല്ലിസ് ബട്ട് നോബഡി വോണ്ടഡ് ദ പുവർ സിക്ക് വൺ. എന്നിട്ട് കേറ്റീനെ എല്ലിസും കൊണ്ടുപോയി, പക്ഷേ ആർക്കും ഈ പാവം രോഗമുള്ള മാഗിനെ വേണ്ട. സെൻഡ് ഹർ ടു ദ പുവർ ഹൗസ് വാസ് ക്രൈ. എല്ലാവരും പറയണത് ഇവളെ അനാഥാലയത്തിലാക്ക് എന്ന് ആയിരുന്നു.